ഇൻസ്റ്റന്റ് സ്നാക്സ്, ബിസ്ക്കറ്റ്, ബർഗേഴ്സ്, സാൻഡ്വിച്ചസ് ഇതൊക്കെയാണോ നിങ്ങളുടെ മക്കളുടെ ഇഷ്ടം? എന്നാൽ അതൊക്കെ കഴിച്ച് മക്കളുടെ ആരോഗ്യം നഷ്ടപ്പെടുന്നത് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്ന പാരൻസിന് പറ്റിയിട്ടുള്ള അടിപൊളി ഒരു സ്നാക്കാണേ. നല്ലൊരു ക്യൂട്ട് ഷേപ്പിലായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ഈ ഒരു ഹെൽത്തി സ്നാക്ക് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഈ ഒരു ഷേപ്പിലാക്കിയെടുക്കുന്ന ട്രിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോയിലേക്ക് കടക്കാം. നല്ല ക്യൂട്ടും ടേസ്റ്റിയുമായിട്ടുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാനായിട്ട് ഒരു ബൗളിലേക്ക് നമ്മൾ 1 കപ്പ് അരിപ്പൊടി ചേർക്കാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ശുദ്ധമായ പശുവിൻ നെയ്യ് ആണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്. ഇത് കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും എല്ലാം അടിപൊളിയാണ്. ഇനി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തിളച്ച വെള്ളമാണ്. തിളച്ച വെള്ളം ഞാൻ 1 കപ്പ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലൊരു നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ നമ്മൾ കുഴച്ചെടുക്കാൻ പാകത്തിനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം 1.5 കപ്പ് നല്ല തിളച്ച ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് മാറ്റി വയ്ക്കാം. ആ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കണം. അതിന് വേണ്ടി ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പോളം ചിരകിയ തേങ്ങ എടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ 1/2 ടീസ്പൂൺ വരെ ചുക്ക് പൊടിയും ജീരകവും കൂടെ പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഓപ്ഷണലാണ്. പിന്നെ ഇതിലേക്ക് ശർക്കര പൊടിച്ചതാണ്. അത് മധുരത്തിനനുസരിച്ച് ചേർക്കാം. ശർക്കര ചീവി എടുത്തിട്ടും ചേർക്കാം, അല്ലെങ്കിൽ ഉരുക്കിയിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഒരു നുള്ളു ഉപ്പ് കേട്ടോ. ഉപ്പ് കൂടി പോകേണ്ട, ഒരല്പം മതി, മധുരം ബാലൻസ് ചെയ്യാനാണ്. ഇനി ഇതിലേക്ക് 2-3 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല ഹെൽത്തിയാണെന്ന് പറയാൻ കാരണം കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരുവിധപ്പെട്ട ന്യൂട്രീഷൻസ് എല്ലാം ഇതിലടങ്ങിയിട്ടുണ്ട്. പ്രധാനപ്പെട്ടത് അതായത് നെയ്യ് എന്ന് പറയുമ്പോൾ നല്ല ഫാറ്റ് സോഴ്സാണ്. അതുപോലെ തന്നെ അവരുടെ ബ്രെയിൻ ഡെവലപ്മെൻറ്റും ഇൻസ്റ്റൻറ്റ് എനർജി നമുക്ക് കിട്ടുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുപോലെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ തിളച്ച വെള്ളവും മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ മാവ് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്ന സമയത്ത് അല്പം വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ ഒന്ന് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡൗ ആക്കി നമ്മൾ കുഴച്ചെടുക്കണം. ഇത് പ്രത്യേകിച്ച് ഈ സ്നാക്ക് കൊടുക്കാൻ ഏറ്റവും ബെസ്റ്റ് കുട്ടികൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്താണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈവനിങ്ങിലായതുകൊണ്ട് തന്നെ കുട്ടികൾ അത്യാവശ്യം നല്ല ടയേർഡായിരിക്കും. അവരുടെ ശരീരത്തിന് നല്ല എനർജി ആവശ്യമുള്ള ടൈമാണ്. അപ്പോൾ ആ സമയത്ത് കൊടുക്കാനാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഉരുട്ടിയെടുക്കാം. ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കാം. നമുക്ക് എത്ര എണ്ണം വേണോ അതിനനുസരിച്ച് നമുക്ക് ബോൾസ് ആക്കി എടുക്കണം. ഞാനിപ്പോൾ ഒരു മീഡിയം വലുപ്പത്തിലുള്ള ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കുകയാണ്. ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കുന്ന സമയത്ത് കയ്യിലല്പം നെയ്യ് തടവാം. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഉരുട്ടിയെടുക്കാം. അങ്ങനെ ഞാൻ എല്ലാം തന്നെ ഉരുട്ടിയെടുക്കുകയാണ്. ഇതിൽ നിന്ന് ഏകദേശം ഒരു 15ഓളം ഉണ്ടകൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 15 സ്നാക്സ് വരെ നമുക്ക് ഇതിനകത്തുനിന്ന് ഈ ഒരു അളവിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും അളവിൽ എണ്ണം ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ക്യൂട്ട് ഷേപ്പിൽ ആയി കിട്ടുന്നതെന്ന് കാണിക്കണ്ടേ? അതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനായിട്ട് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രസ് ഉപയോഗിച്ചിട്ടുണ്ട്. പൂരി പ്രസ്സോ പത്തിരി പ്രസ്സോ എന്താണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. അതിൽ നമ്മളൊരു ഒരു പേപ്പർ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നെയ്യോ എണ്ണയോ എന്താണെന്ന് വെച്ചാൽ അല്പം തടവി നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. നമുക്ക് പൂരിക്കൊക്കെ നമ്മൾ പ്രസ് ചെയ്തെടുക്കുന്നത് പോലെ ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്രസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു മോൾഡാണ് ഈ ഒരു അടേൻ്റെ മോൾഡാണ്. അതിനകത്തോട്ട് നമ്മൾ അല്പം നെയ്യ് തടവിയിട്ട് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു പരത്തിയ പത്തിരി നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ? മൊത്തത്തിൽ കവർ ചെയ്യുന്ന പോലെ തന്നെ വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഒരു സൈഡിലാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. നടുക്ക് ഒരിക്കലും സെൻറ്ററിൽ വെച്ച് കൊടുക്കാൻ പാടില്ല. നമ്മൾ അതിൻ്റെ നടുഭാഗത്തുനിന്ന് മാത്രം വിട്ടിട്ട് ഒരു ഭാഗത്ത് മാത്രമാണ് ഫില്ലിങ് വെച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അമർത്തി പ്രസ് ചെയ്യരുത്, അപ്പോൾ ആ സൈഡൊന്നും പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി വരുന്ന എക്സ്ട്രാ മാവ് നമുക്കിതുപോലെ അങ്ങനെ എടുക്കാം. ഈ ഒരു മോൾഡ് വേണ്ടവർ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ല സംഭവമാണ്, നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതാണ്, അഫോർഡബിൾ പ്രൈസും ആണേ. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ ഞാൻ എടുക്കുകയാണേ. കണ്ടോ, നല്ല ഭംഗിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മോൾഡിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെയുള്ള അടകൾ ഉണ്ടാക്കാം. അതുപോലെ തന്നെ നമുക്ക് മോമോസ് ഉണ്ടാക്കാം. മോമോസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പല്ലട, ഈ പല്ലട ഫംഗ്ഷൻ നമ്മൾ ഉണ്ടാക്കുമല്ലോ, സമൂസേൻ്റെ മാവ് ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സ്വീറ്റ് ഫില്ലിങ് വെച്ച് ചെയ്യുന്ന, അതുപോലെ നോൺ വെജ് വെച്ച് ഫില്ലിങ് വെച്ച് ചെയ്യുന്ന അടകൾ ഉണ്ടാക്കാൻ പറ്റും. എല്ലാ രീതിയിലും നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നല്ല വേഴ്സറ്റൈലായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു
റെസിപ്പീസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു അടേൻ്റെ മേക്കറാണ് കേട്ടോ. മോമോസൊക്കെ ഉണ്ടാക്കിയാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്, കുട്ടികൾ കഴിക്കുകയും ചെയ്യും, നല്ല നൈസായിട്ട് നന്നായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇത് കുട്ടികളുള്ള വീട്ടിലേക്ക് ഇത് മസ്റ്റ് ബൈ ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നോൺ വെജിൻ്റെ ഫില്ലിങ്ങും വെക്കാവുന്നതാണ്. അപ്പോൾ നോൺ വെജിൻ്റെ അട, മീനടയോ അല്ലെങ്കിൽ ചിക്കൻ്റെ അടയോ അല്ലെങ്കിൽ മോമോസോ എല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. കണ്ടില്ല, അത്രയും സിമ്പിളാണ്. ഇതുപോലെ എടുക്കുക, ജസ്റ്റ് പ്രസ് ചെയ്യുക, നമ്മളുടെ മോൾഡിലേക്ക് വെച്ച് കൊടുക്കുക, എന്നിട്ട് നമ്മൾ മോൾഡിൽ നല്ലപോലെ ഉണ്ടാക്കിയെടുക്കുക. അപ്പം നിങ്ങളുടെ മക്കൾക്ക് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സ്വീറ്റ് ഫില്ലിംഗ് ആണല്ലോ ചെയ്തിട്ടുള്ളത്, അതല്ല നോൺ വെജിൻ്റെ ഫില്ലിങ്ങിൽ പ്രോട്ടീൻ കുറച്ചും കൂടെ പ്രോട്ടീനൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് അങ്ങനെ നിങ്ങൾക്ക് വേറൊരു ഹെൽത്തി വേർഷനായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇതിപ്പോൾ നമ്മുടെ നോർമൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അമ്മ ഉണ്ടാക്കി തന്നിരുന്ന അട തന്നെയാണ്. അതിൻ്റെ ഒരു തിന്നായിട്ടുള്ള, വായിലിട്ടാൽ അലിഞ്ഞു പോകും, അത്ര കട്ടിയൊന്നും ഉണ്ടാവില്ല, കുഞ്ഞതായിട്ടുള്ള ഒരു സ്നാക്കുമാണ്. അപ്പം കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ കഴിക്കാനും പറ്റും. ഈ ഒരു ഷേപ്പ് കാരണം അവർ ക്യൂട്ടാണല്ലോ, അപ്പോൾ അവർക്ക് കഴിക്കാൻ ഇൻട്രസ്റ്റഡും ആയിരിക്കും. ഇങ്ങനെ കൊടുക്കുമ്പോൾ എൻ്റെ മക്കളൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അവർക്കൊന്നും മറ്റേ ഉണ്ട പോലെയുള്ള ആ കൊഴുക്കട്ടയൊന്നും വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പക്ഷേ ഇങ്ങനെ കൊടുക്കുമ്പോൾ നല്ല ഇഷ്ടമായിട്ടുണ്ട്, നന്നായിട്ട് കഴിച്ചിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ. അതുമാത്രമല്ല ആവിയിൽ വേവിച്ചതാണ്. പിന്നെ ഇതിൻ്റെ ന്യൂട്രീഷൻസ് വാല്യൂ പറയുകയാണെങ്കിൽ കൂടുതൽ എനർജിയാണ് ഇതിനകത്ത് നമുക്ക്, അതായത് കാർബോഹൈഡ്രേറ്റും ഫാറ്റും സോഴ്സാണ് മെയിനായിട്ട് ഉള്ളത്. അത് കുട്ടികളുടെ ഡെവലപ്മെൻറ്റ്സിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് നമ്മൾ രാവിലെയൊക്കെ നമ്മൾ ഫിഷും എഗ്ഗും മുട്ടയൊക്കെ നമ്മൾ രാവിലെയൊക്കെ എല്ലാ ഡയറ്റിലും ഇൻക്ലൂഡ് ചെയ്യുന്നതിൻ്റെ കൂടെ നമുക്ക് എക്സ്ട്രാ എനർജി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന സ്നാക്കാണ് കേട്ടോ. ഇത് ഒരു സ്നാക്ക് ആയിട്ട് മെയിനായിട്ടുള്ളൊരു അല്ല, നമ്മൾ സ്നാക്കായിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്നൊരു ഐറ്റം കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇനി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ആവി കയറ്റി എടുക്കണം. നമ്മൾ ഫ്രൈഡ് ആയിട്ടുള്ള സ്നാക്സ് ഒന്നും അല്ലല്ലോ, നമ്മളിത് ഇങ്ങനെ ആവി കയറ്റി എടുക്കുന്നത് കൊണ്ട് തന്നെ ഹെൽത്തിയാണ്. നമ്മൾ ഒരുപാട് ഡീപ് ഫ്രൈ ചെയ്തതും അതുപോലെ പ്രോസസ്ഡ് ആയിട്ട് ഫുഡൊന്നും അല്ലല്ലോ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടുള്ള ഹോം മെയ്ഡ് ഗീ ഒക്കെയാണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും. ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹോം മെയ്ഡ് ഗീ ആണ്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളും വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ഞാൻ ആ ലിങ്ക് കമൻറ്റ് നിങ്ങൾക്ക് അയച്ചു തരാം കേട്ടോ. നമ്പർ നിങ്ങൾക്ക് അയച്ചു തരാം, കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അതാ ഞാൻ സ്റ്റീം ചെയ്തെടുക്കുകയാണ്. പിന്നെ അതാ ഈ ഒരു സ്റ്റീമർ ഞാൻ ഇതിന് മുന്നേ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് പർച്ചേസ് ചെയ്തിട്ടുള്ളൊരു സ്റ്റീമറാണ് കേട്ടോ. അത് നല്ല സ്റ്റീമറാണ്, ഭയങ്കര വലിയൊരു സ്റ്റീമറാണ്. ഇപ്പം ഞാൻ 2 തട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. 2 തട്ടിലും കൂടെ വെച്ചിട്ട് ഞാൻ 20ഓളം അട ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിന് 2 സ്റ്റീമറിൻ്റെ തട്ട് വരുന്നുണ്ട്, വേറെ സ്റ്റീമർ ഉണ്ട്. അതുപോലെ മോമോസിൻ്റെ തട്ടും ഇഡ്ഡലീൻ്റെ 17 ഇഡ്ഡലിയൊക്കെ ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന വലിയൊരു ഇഡ്ഡലി പോട്ടാണ് കേട്ടോ ഇത്. ഇതിൻ്റെ ലിങ്കും ഞാൻ കൊടുക്കുന്നുണ്ടേ. അപ്പോൾ ദാ ഞാൻ സ്റ്റീം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, ഞാനിവിടെ താഴെ കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല കട്ടൻ ചായയും കൂട്ടിയിട്ട് കുട്ടികൾ വരുമ്പോൾ ഇത് വെച്ച് കൊടുത്താൽ അവർക്ക് നല്ല സന്തോഷമാകുന്നതാണ്. സ്കൂൾ വിട്ട് വരുമ്പോൾ കുട്ടികൾക്ക് പ്രത്യേക ഒരു വിശപ്പ് തന്നെയാണ്. പിന്നെ ഈ പ്രായം എന്ന് പറയുന്നത് നന്നായിട്ട് ഫുഡ് കഴിക്കേണ്ട ഒരു പ്രായമാണ്, നല്ല വിശപ്പുമാണ് മക്കൾക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ അവർക്ക് കൊടുക്കുക. അപ്പം മക്കളുടെ ആരോഗ്യത്തെ കുറിച്ച് ആശങ്കപ്പെടുന്ന അമ്മമാർക്ക് നല്ലൊരു വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ബിസിനസ് റെസിപ്പിയിലൂടെ കണ്ടുമുട്ടാം. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തേക്കാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.